പൂജ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അവളെ ഭീഷണിപ്പെടുത്താൻ പോവുകയാണോ? അക്ഷയ് ചോദിച്ചു. പൂജ, ഇവൻ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. അവർ വന്ന് ചോദിച്ച പോലെ ചോദിച്ചാൽ എല്ലാ സത്യങ്ങളും താനേ പുറത്തു വരും. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന യാദവ് ഇത് തനിക്ക് കിട്ടിയ അവസരമാണെന്ന് കരുതി ഇടയ്ക്ക് കയറി പറഞ്ഞു. നീ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ഇവനെപ്പറ്റി ഒന്നും അറിയാതെയാണ് നിങ്ങൾ ഈ പറയുന്നത്. അവനെ കുറച്ചു ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചതാ. അവനെ നിങ്ങൾ പോലീസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എന്താ കാര്യം? ഋഷിൻ മുൻപ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ വർമാസ് ഫാമിലിയിൽ നിന്ന് അവനെ പുറത്താക്കിയത്? നിങ്ങൾക്ക് നേരത്തെ ഇവനെ അറിയോ? ഋഷി ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് കരുതി ഒരു വിദ്യാർത്ഥി ചോദിച്ചു. അത് കേട്ട് ക്ലാസ് മുറി മുഴുവൻ ഋഷിനെ കളിയാക്കി ചിരിച്ചു. യാദവ് ഇപ്പോൾ ധൈര്യത്തോടെ ഋഷിനെ കളിയാക്കി. ഋഷിനെ സഹപാഠികൾ ടോർച്ചർ ചെയ്യുന്നത് കണ്ട് യാദവിന് അല്പം ഭയം തോന്നിയിരുന്നു. ഇത് പുതിയ സ്ഥലം, കോളേജാണ് എന്നതിനാൽ അവനൊരു പുതിയ ധൈര്യം വന്നു. ഋഷിൻ എന്തിനാണ് ജയിലിൽ പോയതെന്ന് ഞാൻ പറയാം. റോഡിൽ വെച്ച് ഒരാളുമായി അടികൂടി തലയടിച്ച് പൊട്ടിച്ചതിനാണ്. അതിൽ 2 ആഴ്ചയോളാണ് ജയിലിൽ കിടന്നത്. യാദവ് അതൊരു കഥ പോലെ വിവരിക്കുന്നത് കേട്ട് ക്ലാസ് റൂം മുഴുവൻ ഇപ്പോൾ ഋഷിനെ ഒരു റൗഡിയെ പോലെയാണ് കാണുന്നത്. എങ്കി നീ വീണ്ടും ജയിലിൽ പോകാൻ തയ്യാറായിക്കോ. നിനക്ക് പൈസ വേണമായിരുന്നു. അതിനുവേണ്ടി നീ പൂജയുടെ ഫോൺ മോഷ്ടിക്കാൻ നോക്കി. ഇത്രയും ആളുകളുള്ളപ്പോ നിന്റെ കയ്യിൽ തന്നെ ആ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ? ഇത് നീ മനഃപൂർവ്വം മോഷ്ടിച്ചാണ്. അവിടെ സംസാരിച്ചതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന കിരൺ ഋഷിനെ നോക്കി ചോദിച്ചു. ഇന്നലെ ഹോട്ടലിൽ വെച്ച് VIP കാർഡ് എടുത്തു കൊടുത്ത ഋഷിന്റെ പെട്ടെന്നുള്ള ഹീറോയിസം കിരണിനെ നല്ലോണം അസൂയപ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ ഇത് അവനെ തകർക്കാനുള്ള ഒരു അവസരമായി അവനും കണ്ടു. ഇത് ഞാൻ മോഷ്ടിച്ചാണെന്ന് നിങ്ങളൊക്കെ വിചാരിച്ചാൽ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല, അത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഋഷിൻ കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവരോട് ചോദിച്ചു. ശേഷം അവൻ പൂജയെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. എന്ത് സഹായം? നീ എന്റെ ഫോൺ മോഷ്ടിച്ചോ? പൂജ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു. സ്ഥിതിഗതികൾ കൈവിട്ടു പോയെന്ന് ഋഷിൻ അപ്പോഴേക്കും മനസ്സിലായി. സമയവും സന്ദർഭവും നോക്കാതെ യാദവ് താൻ പോലീസ് സ്റ്റേഷനിൽ കയറിയെന്ന് എല്ലാവരെയും അറിയിച്ചതിനാൽ ഇപ്പോൾ എല്ലാവരും തന്നെ സംശയത്തോടെ നോക്കുന്നത് അവൻ കണ്ടു. ഇപ്പോൾ എങ്ങനെയെങ്കിലും താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഋഷിൻ നിർബന്ധിതനായി. തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് 1 മിനിറ്റിനുള്ളിൽ അവനത് ചെയ്യാൻ കഴിയും. മില്യണയറായ അവന് ആരുടെയും ഫോണോ ക്യാഷോ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ പഠിക്കുന്ന അടുത്ത 4 വർഷം അവന് സാധാരണമായിരിക്കില്ല. തന്റെ ലക്ഷ്യം നേടുന്നതുവരെ എല്ലായിടത്തും തന്റെ യഥാർത്ഥ വ്യക്തിത്വം കാണിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അത് തനിക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കൂ എന്ന് അവൻ കരുതി. പൂജ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. ഇന്നലെ രാത്രി കിരണും കൂട്ടുകാരും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവന്റെ കയ്യിൽ ബില്ലടയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് നിന്നെ കൊണ്ട് ബില്ലടയ്ക്കാൻ പ്ലാൻ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അതാണ് താഴെ നിന്ന് നിന്റെ ഫോൺ കിട്ടിയപ്പോ അത് ഇന്നലെ തന്നെ തരാതെ പകരം ഇന്ന് ക്ലാസ്സിൽ വെച്ച് തരാമെന്ന് ഞാൻ കരുതിയത്. ഋഷിൻ അവളോട് പറഞ്ഞു. ഓ, ഇനി ഇത് ഞാൻ വിശ്വസിക്കണോ? പൂജ ചോദിച്ചു. ഇത് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഇതാണ് സത്യം. ഋഷിൻ ചുമൽ കുലുക്കി അവരെ നിസ്സംഗതയോടെ നോക്കി. അവർ സംസാരിക്കുന്നത് താൻ കേട്ടുവെന്ന് ഋഷിൻ പറഞ്ഞപ്പോൾ കിരണും കൂട്ടുകാരും ഇന്നലെ നമ്മൾ മാറി നിന്ന് പറഞ്ഞത് ഈ മണ്ടൻ എങ്ങനെ കേട്ടു എന്ന് ചിന്തിച്ച് വാ തുറക്കാതെ പരസ്പരം നോക്കി. തന്നെക്കുറിച്ച് ഋഷി പറഞ്ഞതൊന്നും പൂജ വിശ്വസിക്കാത്തത് കണ്ട് കിരൺ ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ടു. ഹോ, ഇന്നലെ അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്ക് കേട്ടാലെന്താ? അത്രയും വഴക്ക് പറഞ്ഞിട്ടും ചോദിച്ചപ്പോ തന്നെ പണം അയച്ചു തന്നു. ഇല്ലെങ്കിൽ ക്ലാസ് മുഴുവൻ ഞാൻ നാറിയനെ. എന്റെ മാനം കപ്പല് കയറും, അവൻ ചിന്തിച്ചു. എന്നാൽ ഋഷിന് നേരെ മറിച്ചാണ് തോന്നിയത്. എന്താ, ഈ ക്ലാസ് റൂം മുഴുവനും ഇപ്പൊ ഒരുപോലെയാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇങ്ങനെ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവന് വിഷമം തോന്നി. ഒരാളെ സഹായിച്ചത് കാരണം ഇപ്പോൾ തലവേദനയായി. അവൻ നെറ്റി തടവി. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങാനുള്ള നിർദ്ദേശം വന്നു. അതേസമയം തന്നെ പ്രൊഫസർ ലാവണ്യയും ക്ലാസ് റൂമിലേക്ക് കയറി. പൂജയുടെ ഫോൺ ഋഷിൻ മോഷ്ടിച്ചെന്ന് കിരണും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. എന്നാൽ അത് ഋഷിൻ നിഷേധിച്ചു. ആ സമയമാണ് പ്രൊഫസർ ലാവണ്യ ക്ലാസ് റൂമിലേക്ക് കയറി വന്നത്. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ നേരെ തിരിഞ്ഞു. ഇന്നെന്താ ക്ലാസ് റൂമിൽ ഇത്രമാത്രം ശബ്ദം? സ്റ്റാഫ് റൂം വരെ നിങ്ങളുടെ ശബ്ദം കേൾക്കാം. ക്ലാസ് ടൈം തുടങ്ങിയത് നിങ്ങൾക്കറിയില്ലേ? എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരിക്കെ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ടേബിളിലേക്ക് ചെന്നു. മാഡം,
നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നത്. ഈ ഋഷിൻ ഇന്നലെ പൂജയുടെ ഫോൺ മോഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ഹോട്ടലിന്റെ താഴെ കിടന്ന് കിട്ടിയെന്ന് കള്ളം പറയുകയാണ് എന്നും പറഞ്ഞ് കിരൺ ഋഷിൻ ആദ്യ പണി കൊടുത്തു. ലാവണ്യ അവനെ നോക്കി. കിരൺ, ഇത് കളിയാക്കാനുള്ള സമയമല്ല. ഞാനും ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഋഷിനെ വല്ല വിധിനെ താഴ്ത്തി കിട്ടാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അത് നടന്നില്ല എന്ന് കണ്ടപ്പോ ഇപ്പോ നിനക്ക് മോഷണ കുറ്റം ആരോപിക്കാമെന്ന് തോന്നിയോ? ഋഷിൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലെന്ന് എനിക്കറിയാം. കിരൺ, നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ഇത് അത്ര നല്ല സ്വഭാവമല്ല. അവർ ഗൗരവത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല മാഡം, ശരിക്കും അവൻ... കിരൺ കൂടുതൽ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ലാവണ്യ കൈ ഉയർത്തി അവനെ തടഞ്ഞു. മതി കിരൺ, നീ പോയി നിന്റെ സീറ്റിലിരിക്കെ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കണം, അവർ പറഞ്ഞു. ഒരുപക്ഷെ ഋഷിൻ എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് ഇന്നലെ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ ലാവണ്യ വിശ്വസിച്ചേരെ. എന്നാൽ ഇപ്പോൾ അവൾക്ക് ഋഷിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഋഷിനിൽ ചില വലിയ സാധ്യതകളുണ്ടെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഇത്രയും വർഷത്തിനിടയിൽ അവനെപ്പോലെ ബ്രില്യൻ്റായ ഒരാളെ അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഋഷിനെ താൻ നേരിട്ട് പരിശീലിപ്പിച്ചാൽ ഇനിയും അവന് ഉയരത്തിലെത്താൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾക്കും നല്ല പേര് കിട്ടും. അതുകൊണ്ട് തന്നെ കിരൺ പറയുന്നത് ഋഷിനോടുള്ള അസൂയ കൊണ്ടാണെന്ന് കരുതിയ ലാവണ്യ അത് ശ്രദ്ധിക്കാതെ മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞു തുടങ്ങി. ഡിയർ സ്റ്റുഡൻസ്, 2 ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തീരപ്രദേശങ്ങളിലും ഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ബാധിച്ച നിരവധി ആളുകൾക്ക് ഇപ്പോഴും സഹായം ആവശ്യമാണ്. അതിനായി നമ്മുടെ കോളേജ് വഴി ഫണ്ട് ശേഖരിച്ച് സഹായിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് ഒരു നിശ്ചിത തുക നൽകുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളും തങ്ങളാൽ കഴിയുന്നത്ര തുക നൽകണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് സഹായം ലഭിക്കും. ഇന്നലെ രാത്രി മാനേജ്മെന്റിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു. അതായത് ഓരോ ക്ലാസ്സിനും പ്രത്യേകം അക്കൗണ്ട് നമ്പർ നൽകും. വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും അവർക്ക് കഴിയുന്ന തുക നൽകാം. അതിന് പരിധിയില്ല. ഫൈനലി ഏത് ക്ലാസ് റൂമിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ഡൊണേഷൻ ലഭിക്കുന്നത് അവർക്ക് കോളേജിൽ നിന്ന് ഒരു വലിയ സർപ്രൈസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ലാവണ്യ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ക്ലാസ്സിനെ ഇളക്കിമറിച്ച കരഘോഷം ഉയർന്നു. മാം, എന്തായിരിക്കും ആ സ്പെഷ്യൽ സർപ്രൈസ്? പെട്ടെന്ന് ഒരു വിദ്യാർത്ഥി ചോദിച്ചു. തീർച്ചയായും എന്തെങ്കിലും വലുത് തന്നെയാവും. പക്ഷെ അതെന്താണെന്ന് എനിക്കും അറിയില്ല, ലാവണ്യ പറഞ്ഞു. നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാനുള്ള ആ ഹെർബൽ മെഡിസിൻ തരൂ അവര്? അവർ പരസ്പരം ചോദിച്ചു. ലാവണ്യ അത് മൈൻഡ് ചെയ്യാതെ പറഞ്ഞു. ശരി, ഇപ്പോൾ ഞാൻ ആ അക്കൗണ്ട് നമ്പർ ബോർഡിൽ എഴുതാം. ഇപ്പോൾ ആരും കയ്യിൽ പണം സൂക്ഷിക്കാറില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കഴിയുന്ന തുക ഓൺലൈനായി അയയ്ക്കുക. ഈ സംഭാവനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ കോളേജ് വെബ്സൈറ്റിലുണ്ട്. ഓരോരുത്തരും എത്ര തന്നു എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. നിങ്ങൾ തന്ന പണം മറ്റൊരു തരത്തിലും ഉപയോഗിക്കില്ല. ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ 10 മിനിറ്റ് ഉപയോഗിക്കാൻ സമയം തരാം. നിങ്ങൾക്ക് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതോടെ ക്ലാസ്സിലെ എല്ലാവരും ഫോൺ എടുത്ത് പണം അയക്കാൻ തുടങ്ങി. അവിടെയുള്ളവരെല്ലാം സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരായതിനാൽ ഓരോരുത്തരും ചുരുങ്ങിയത് 25,000 രൂപയെങ്കിലും അയച്ചു. മറ്റു ചിലർ അതിലും വലിയ തുക അയച്ചു. എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് മുൻപിൽ വലിയ ആളായി കാണിക്കണമെന്ന് കരുതി കിരൺ ഉടൻ തന്നെ 60,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. ഇത് കണ്ടോ ഋഷിൻ, ഞാൻ 60,000 രൂപ ഡൊണേഷൻ കൊടുത്തു. എനിക്ക് പണത്തിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും ക്യാഷ് വെറുതെ കൊടുക്കാൻ കഴിയും? നീ കരുതുന്ന ആളല്ല ഞാനെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. അതുകൊണ്ട് ആ ഫോൺ നീ മോഷ്ടിച്ചാണെന്ന് സമ്മതിക്ക്. ഋഷിനെ നോക്കി കിരൺ ക്ലാസ് റൂം മുഴുവൻ കേൾക്കെ വിളമ്പി. കിരൺ ഈസ് റിയലി ഗ്രേറ്റ്. വേറെ ആരും ഇത്രയും പണം ഡൊണേഷൻ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഋഷിൻ പൂജയുടെ ഫോൺ മോഷ്ടിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മാഡം, കിരണിന്റെ വലങ്കൈയായ അക്ഷയ് പറഞ്ഞു. അവൻ ബോധപൂർവം തന്നെ നുണ പറഞ്ഞതാണ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.